9ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റാണ് ഭൂമിശാസ്ത്രത്തിലെ 7ാമത്തെ യൂണിറ്റാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. മരുഭൂമികൾ, പീഠഭൂമികൾ ഇതൊക്കെ ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നമുക്ക് പഠിക്കാം. മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? വരണ്ടതും 25 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്നതുമായ പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട പ്രദേശമാണ്. 25 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ആ പ്രദേശങ്ങളിൽ നമുക്ക് മഴ ലഭിക്കുന്നത്. മരുഭൂമികളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉഷ്ണ മരുഭൂമികളെന്നും ശീത മരുഭൂമികളെന്നും. കേട്ടോ, ശ്വേത എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ശീത മരുഭൂമികളെന്നാണ്. ഓക്കെ, ശീത മരുഭൂമികൾ. ഓക്കെ, ശീത മരുഭൂമികൾ. മറ്റേ ഷാ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഷാ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ വായിക്കുമ്പോൾ തിരിച്ചെഴുതുമ്പോൾ മറ്റേ ഷാ തന്നെ എഴുതണേ. ഓക്കെ, ഉഷ്ണ മരുഭൂമികളെന്നും ശീത മരുഭൂമികളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉഷ്ണ മരുഭൂമികളെന്ന് പറഞ്ഞാൽ എന്താ? ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം നോക്കുവാണെങ്കിൽ നമ്മുടെ ഏഷ്യ വൻകരയുടെ 15 ഡിഗ്രിക്കും 30 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലുള്ള ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികൾ കാണപ്പെടുന്നത്. അപ്പോൾ 15 ഡിഗ്രിയും 30 ഡിഗ്രിയും ഇടയ്ക്ക്, അക്ഷാംശങ്ങൾക്കിടയിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികൾ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. വരണ്ടതാണ്. അതുപോലെ തന്നെ പകൽ ഉയർന്ന താപനിലയായിരിക്കും. രാത്രികാലങ്ങളിൽ താപനില പൊതുവേ കുറയുകയും ചെയ്യും. ഓക്കെ, അതാണ് ഉഷ്ണമേഖലയുടെ മരുഭൂമികളുടെ പ്രത്യേകത. അപ്പോൾ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും അക്ഷാംശത്തിനും ഇടയിലാണ്. വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. പിന്നെ പകൽ സമയങ്ങളിൽ ഉയർന്ന താപനിലയും രാത്രി സ്ഥലങ്ങളിൽ ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. ഇനി ശീത മരുഭൂമികൾ, മഞ്ഞു മൂടിയ ധ്രുവ പ്രദേശങ്ങൾ, ഡ്രൈവ എന്നല്ലേ ധ്രുവ എന്നാണ് കേട്ടോ, ധ്രുവ പ്രദേശങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലുമായിട്ടാണ് ശീത മരുഭൂമികൾ കാണപ്പെടുന്നത്. ഓക്കെ, ശീത മരുഭൂമികൾ കാണപ്പെടുന്നത്. ഓക്കെ, അത് ടൈപ്പിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ആ സിമ്പിൾസുകളൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ദയവായി ക്ഷമിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുക, കറക്റ്റായിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുക. ഓക്കെ, ശീത മരുഭൂമികൾ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ കാറ്റിൻ്റെ ഗതിയും താപനിലയുടെയും പ്രത്യേകത കാരണം ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് കൊണ്ടാണ് ശീത മരുഭൂമികൾ രൂപപ്പെടുന്നത്. അപ്പം മഞ്ഞു മൂടിയ ധ്രുവ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ കാറ്റിൻ്റെ താപനിലയും പ്രത്യേകതകൾ കാരണം ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ശീത മരുഭൂമികൾ രൂപപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഥാർ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഥാർ മരുഭൂമികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറോട്ടായിട്ടാണ് ഥാർ മരുഭൂമികൾ കാണപ്പെടുന്നത്. പ്രധാനമായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ കൂടുതൽ ഭാഗം രാജസ്ഥാനിലും ബാക്കി ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലായിട്ടാണ് ഥാർ മരുഭൂമി വ്യാപിച്ച് കിടക്കുന്നത്. ഥാർ മരുഭൂമിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, മരുസ്ഥലി എന്നും ബാഗർ എന്നും. ഓക്കെ, മരുസ്ഥലി, ബാഗർ എന്നീ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇനി മരുസ്ഥലിയുടെ പ്രത്യേകത എന്തുവാണെന്ന് നോക്കുവാണെങ്കിൽ മണൽ പരപ്പുകളാണ് പ്രധാനമായിട്ട് മരുസ്ഥലി. എന്നാൽ അടിത്തറ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്നീ പറയുന്ന ശിലകളാൽ നിർമ്മിതമായതായിരിക്കും. അപ്പം മണൽപ്പരപ്പെന്ന് പറയുന്ന മണൽപ്പരപ്പുകളാണ് ഗ്രാനൈറ്റ്, നെയ്സ്, ഷിസ്റ്റ് എന്നീ ശിലകൾ കൊണ്ട് നിർമ്മിതമായിരിക്കും. പിന്നെ അടുത്ത നോക്കുന്നത് വരണ്ട കാലാവസ്ഥയാണ് മരുസ്ഥലി. കുറഞ്ഞ മഴയേ ഉണ്ടാവും. പിന്നെ മണൽ കോണുകൾ കാണും, പാറകൾ കാണും, പുറന്തോട് കട്ടിയുള്ള കുറ്റിച്ചെടികളും കാണും. വരണ്ട കാലാവസ്ഥയാണ്, കുറഞ്ഞ മഴയാണ്, മണൽ കോണുകൾ കാണപ്പെടും. മരുസ്ഥലിയുടെ പ്രത്യേകതയാണ് മണൽ കോണുകൾ കേട്ടോ. മണൽ കോണുകൾ കാണപ്പെടുകയും അതുപോലെ പാറകളും കാണും. അതുപോലെ തന്നെ ഈ പുറന്തോട് കട്ടിയുള്ള കുറ്റിച്ചെടികളും മരുസ്ഥലിയുടെ പ്രത്യേകതയാണ്. ഇനി വേനൽക്കാലത്ത് ടെമ്പറേച്ചർ ഏതാണ്ട് 50 ഡിഗ്രി വരെ കൂടുകയും എന്നാൽ ശൈത്യകാലത്ത് 5 തൊട്ട് 10 ഡിഗ്രി വരെ താഴ്ന്ന ടെമ്പറേച്ചറിലേക്ക് പോവുകയും ചെയ്യും. മരുസ്ഥലിയിലെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൃഷി, കന്നുകാലി വളർത്തൽ, ഖനനമാണ്. കൃഷി, കന്നുകാലി വളർത്തൽ, ഖനനമാണ് മരുസ്ഥലിയിലെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങൾ. പിന്നെ മരുസ്ഥലിയിലെ പ്രദേശത്തെ പ്രധാനപ്പെട്ട മുഖ്യ കാർഷിക വിള ഏതാണെന്ന് വെച്ചാൽ ബജ്രയാണ് മരുസ്ഥലിയിലെ പ്രധാനപ്പെട്ട കാർഷിക വിള. ഇനി മരുസ്ഥലിയിൽ കാണപ്പെടുന്ന പട്ടണങ്ങളാണ് ജോധ്പൂർ, ബിക്കാനർ, ബാർമർ, ജയ്സാൽമീർ. ഓക്കെ,
ജോധ്പൂർ, ബിക്കാനീർ, ബാർമർ, ജയ്സാൽമീർ ഈ 4 പട്ടണങ്ങളും മരുസ്ഥലിയിൽ കാണപ്പെടുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഥാർ മരുഭൂമിയുടെ തന്നെ രണ്ടാമത്തെ ഒരു പാട്ടാണ് ബാഗർ എന്ന് പറയുന്നത്. മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് ആരവല്ലി പർവ്വതം വരെ വ്യാപിച്ച് കിടക്കുന്ന ഭാഗമാണ് എന്ത് ബാഗർ എന്ന് പറയുന്നത്. ഇത് വരണ്ട പ്രദേശമാണ് കേട്ടോ. മരുസ്ഥലിയുടെ അത്രയും വരണ്ടതല്ല, വരണ്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫലപുഷ്ടിയുള്ള കാർഷിക സമ്പന്ന പ്രദേശമുണ്ട്. ആ ഒരു പ്രദേശത്തെ പറയുന്ന പേര് രോഹി എന്നാണ്. അപ്പം ബാഗർ പ്രദേശത്തെ ഫലപുഷ്ടിയുള്ള കാർഷിക പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരെന്തോന്ന് ചോദിച്ചാൽ എന്താണ്? രോഹി എന്നാണ് കേട്ടോ. രോഹി. ബാഗർ പ്രദേശത്തെ ഫലപുഷ്ടിയുള്ള കാർഷിക പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേര് രോഹി എന്നാണ്. ഇനി ഈ ബാഗർ പ്രദേശത്ത് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷ എന്താണ്? ഇൻഡോ ആര്യൻ ഭാഷയായ ബാഗ്രിയാണ്. ഈ ബാഗർ പ്രദേശത്ത് പ്രധാനമായിട്ട് സംസാരിക്കുന്ന ഭാഷ. ഇനി അവിടുത്തെ പട്ടണങ്ങളാണ് സിക്കാർ, രാജ്ഘട്ട്, ചുരു. ഈ 3 പട്ടണങ്ങളാണ് ബാഗർ എന്ന പ്രദേശത്തെ പട്ടണങ്ങൾ. അടുത്ത പോയിൻ്റാണ് റാൻ ഓഫ് കച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപ്പ് മരുഭൂമിയാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച് നിൽക്കുന്നത്. ഗുജറാത്തിലാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപ്പ് മരുഭൂമിയാണ്. ഓക്കെ. റാൻ എന്ന ഗുജറാത്തി വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഉപ്പ് ചതുപ്പ് എന്നാണ് കേട്ടോ. ഉപ്പ് ചതുപ്പ് എന്നതൊക്കെയാണ് റാൻ എന്ന് പറയുന്ന ഗുജറാത്തി വാക്കാണ് അതിനർത്ഥം. ഇനി റാൻ ഓഫ് കച്ചിൻ്റെ വിസ്തീർണം 27,450 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. 27,450 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് റാൻ ഓഫ് കച്ചിൻ്റെ വിസ്തീർണം. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ലൂണി നദിയാണ്. ലൂണി നദി. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 മൃഗങ്ങളാണ് വംശനാശ ഭീഷണി നേരിടുന്ന റാൻ ഓഫ് കച്ചിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 മൃഗങ്ങളാണ് ഇന്ത്യൻ കാട്ടുകഴുതയും നീലക്കാളയും. അപ്പോൾ ഇന്ത്യൻ കാട്ടുകഴുത, നീലക്കാള. അപ്പോൾ ചിലപ്പോൾ PSC ചോദിക്കാം വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ കാട്ടുകഴുത, നീലക്കാള എന്നീ മൃഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? അപ്പോൾ അതെവിടെയാണ്? റാൻ ഓഫ് കച്ചിലാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മരുഭൂമി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് ചെറിയൊരു മോക്ക് ടെസ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകൾ ഏതാണ്? ആരവല്ലിയാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകൾ ഏതാണ്? ആരവല്ലിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജസ്ഥാനിലെ ഏറ്റവും ചൂടേറിയ പ്രദേശം അറിയപ്പെടുന്നത് ഫലോഡി എന്നാണ് കേട്ടോ. ഫലോഡി. രാജസ്ഥാനിലെ ഏറ്റവും ചൂടേറിയ പ്രദേശത്തെ ഏതാണ്? ഫലോദിയാണ് കേട്ടോ. ഫലോദി. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? ജയ്പൂറാണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ. അപ്പോൾ രാജസ്ഥാനിലെ ഏറ്റവും ചൂടേറിയ പ്രദേശം ഫലൂദി, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേള നടക്കുന്നത് എവിടെ വെച്ചാണ്? പുഷ്കറാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേളയാണ് പുഷ്കർ മേള. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കച്ച്, ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് വെച്ചാൽ കച്ച്, ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാൻ വർഗം എന്നാണേ. ഓക്കെ. ഞാൻ അടിച്ചത് മെൻ എന്നായിപ്പോയി. ഓക്കെ. മാനാണ് കേട്ടോ. മാൻ വർഗമാണ്. ഓക്കെ. മാൻവർഗം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാൻവർഗം ഏതാണ്? നീലക്കാളയാണ്. നീലക്കാള എന്നറിയപ്പെടുന്ന വിഭാഗമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാൻവർഗം. ഇന്ത്യയിലെ ശൈത്യ മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ തന്നെ ഏക ശൈത്യ മരുഭൂമിയാണ് ലഡാക്ക്. അപ്പോൾ ലഡാക്ക് എന്ന് പറയുന്നത് ഒരു ശൈത്യ മരുഭൂമിയാണ് കേട്ടോ. മരുഭൂമിയിലെ ചന്ദ്രകലയുടെ ആകൃതിയുള്ള മണൽ കൂനകൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണേ. ടൈപ്പിങ്ങിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, നിങ്ങൾ കേൾക്കുക. ചന്ദ്രകല എന്നാണ് കേട്ടോ. ഓക്കെ. കല എന്നാണ്. ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളെ അറിയപ്പെടുന്നത് ബർക്കനുകൾ എന്നാണ് കേട്ടോ. ബർക്കനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബർക്കനുകൾ. ഓക്കെ.
ഇനി ആരവല്ലി പർവ്വതനിരയിലെ പ്രധാന സുഖവാസ കേന്ദ്രം. ആരവല്ലി പർവ്വതനിരയിലെ പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു ആണ്. ഇനി ഫൂഗർ ഫാജ്ല സ്രോതസ്സോടുകൂടി മരുഭൂമിയിൽ കാണപ്പെടുന്ന പച്ചപ്പ് നിറഞ്ഞ ഭൂഗർഭ ജലസ്രോതസ്സോടുകൂടി മരുഭൂമിയിൽ കാണപ്പെടുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തെ പറയുന്ന പേരാണ് മരുപ്പച്ച. അപ്പോൾ ഇത്രയാണ് 10 മോക്ക് ടെസ്റ്റ്. ഒന്നും കൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിര ആരവല്ലി, രാജസ്ഥാനിലെ ഏറ്റവും ചൂടേറിയ പ്രദേശം ഫലോദി, പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ ജയ്പൂർ, ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേള നടക്കുന്നത് പുഷ്കർ, ലോകത്തിലെ ഏറ്റവും വലിയ ജില്ല കച്ച് ഗുജറാത്ത്, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാൻവർഗം നീലക്കാള, ഇന്ത്യയിലെ ശൈത്യ മരുഭൂമി ലഡാക്ക്, മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളെ അറിയപ്പെടുന്ന പേര് ബർക്കനുകൾ, ആരവല്ലി പർവ്വതനിരയിലെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു, ഭൂഗർഭ ജലസ്രോതസ്സോടുകൂടി മരുഭൂമിയിൽ കാണപ്പെടുന്ന പച്ചപ്പിനെയാണ് മരുപ്പച്ച എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് മരുഭൂമിയെ പറ്റിയിട്ടുള്ള ക്ലാസ് 9 9ാം ക്ലാസ്സിലെ SSCRTനെ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒരു പോയിൻറ്റുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ PSCയുടെ 10th പ്രിലിംസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.